അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ സുന്നി ആദർശപ്രകാരം ഞങ്ങൾ ആരും ഇന്നേ വരെ അള്ളാഹു അല്ലാത്ത ഒരു മഖ്ലൂക്കിനോട് ഞങ്ങൾ തേടിയിട്ടില്ല. ഇലാഹാണെന്ന ഉദ്ദേശത്തിൽ അള്ളാഹു അല്ലാത്ത ഒരാളോട് ഞങ്ങൾ ഇന്നേ വരെ ചോദിച്ചിട്ടില്ല, ഒരു സഹായം ഞങ്ങൾ ചോദിച്ചിട്ടില്ല. ഞങ്ങളുടെ വിശ്വാസം ഹൃദയം തുറന്നു നോക്കാൻ പറ്റില്ലല്ലോ. അവനവന്റെ വിശ്വാസം അവനവന്റെ ഉള്ളിലുള്ളതാണ്. എങ്ങനെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി അടിയുറച്ച് വിശ്വസിക്കുന്ന, തൗഹീദിൽ വിശ്വസിക്കുന്ന ഒരു മുഅ്മിനായ ഒരു മുസ്ലിമായ മനുഷ്യൻ എങ്ങനെയാണ് ഇലാഹാണെന്ന് ഉദ്ദേശിച്ചിട്ട് ചോദിക്കുക? എല്ലാം ചോദിക്കുന്നത് അള്ളാഹുവിനോട് മാത്രമാണ്. ഇനി മുഹ്യിദ്ദീൻ ശൈഖ് ആവട്ടെ, ഏത് മക്ബറയിൽ പോയിട്ട് ഏത് മഹാന്മാരുടെ സാന്നിധ്യത്തിൽ പോയാലും അവിടെയും ചോദിക്കുന്നത് അവരെ മുൻനിർത്തി അള്ളാഹുവിനോട് മാത്രമാണ്. അവിടെയാണ് സുന്നിയാക്ക് വായിച്ചത്. അത് ആരോപണമല്ല. ഒറ്റ വാക്കെങ്കിലും അള്ളാഹുവിനുള്ള എന്തെങ്കിലും ഒന്ന് റബ്ബല്ലാത്ത ആർക്ക് കൊടുത്താലും അവിടെ മഴയത്ത് വന്നു. അല്ലാതെ ഇലാഹാന്ന് വിശ്വസിച്ച് സ്വമതാന്ന് വിശ്വസിച്ച് അള്ളാഹിന്റെ ഒപ്പങ്ങ് നിർത്തിയാൽ രണ്ടും ഏതാ അള്ളാഹ് ഏതാ അല്ലാത്തത് എന്ന് തിരിച്ചറിയാത്ത വിധം ആയെങ്കിലേ മഴയത്താകുള്ളൂ എന്നൊന്നില്ല. അത് നിങ്ങളെ സ്വന്തം വകയാണ് നടന്നത്. അത് നിങ്ങളെ സ്വന്തം വകയാണ്. അങ്ങനെ ലോകത്താരും പഠിപ്പിച്ചിട്ടില്ല. ഇലാഹാന്ന് വിശ്വസിച്ചെങ്കിലേ, സ്വമതീയത്ത് കൽപ്പിച്ചെങ്കിലേ, സ്വയം കഴിവ് വകവെച്ച് കൊടുത്തെങ്കിലേ ശിർക്കാവൂ എന്ന് ലോകത്താരും പഠിപ്പിച്ചിട്ടില്ല. ഇപ്പൊ നബിയോട് സ്വഹാബി എന്നിട്ട് പറഞ്ഞു, മാഷാ അല്ലാഹു വശിഖ്ത യാ റസൂലല്ലാഹ്, അല്ലാഹുവേ നിങ്ങളും റസൂലെ നിങ്ങളും അല്ലാഹുവും എന്താണ് ഉദ്ദേശിച്ചത് അതാണ് നടക്കുക. എന്താ നബിയുടെ മറുപടി? അജഅൽതനി ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക, നിന്നെ സൃഷ്ടിച്ച അല്ലാഹുവിന് നീ എന്നെ തുല്യനാക്കുകയാണോ എന്നാണ്. ഇവിടെ നബി ഇലാഹാന്ന് വിശ്വസിച്ചോ? സ്വയം കഴിവുണ്ട് വിശ്വസിച്ചോ? അല്ലാഹുക്കൾ എല്ലാ വിശേഷവും അതേപോലെ നബിക്കുണ്ട് വിശ്വസിച്ചോ? ഒന്നുമില്ല. ആ വാക്കേ ഉള്ളൂ. അള്ളാഹും റസൂലും ഉദ്ദേശിച്ചതാ നടക്കുക എന്ന് പറയുമ്പോഴുള്ള പ്രതികരണമാണ് നീ എന്നെ അള്ളാഹ്ക്ക് തുല്യനാക്കുകയാണോ. അപ്പൊ അവിടെ തുല്യപ്പെടുത്തൽ വന്നു. അപ്പൊ അവിടെ പോലും അത് വരാം എന്നർത്ഥം. മറ്റൊരു ഹദീസ് നബി ഞങ്ങളെ പഠിപ്പിച്ചു, മൻ ഹലഫ ബിഗൈരില്ലാ ഫഖദ് അശ്റക, അള്ളാഹു അല്ലാത്തവരെ പേരിൽ ആരെങ്കിലും സത്യം ചെയ്താൽ അവൻ ശിർക്ക് ചെയ്തു. ആ സത്യം ചെയ്യുമ്പോൾ സത്യം ചെയ്യപ്പെടുന്ന വ്യക്തിയെ പറ്റി സ്വമതാണ്, സ്വയം കഴിവുണ്ട് എന്ന് വിശ്വസിച്ചാലേ ശിർക്കാവൂ എന്നുണ്ടോ? ഞങ്ങൾ ആരും വായിച്ചിടത്തോളം അങ്ങനെ കണ്ടിട്ടില്ല. പഠിച്ചോനെ പോലെ പഠിച്ചോനാണ് എന്ന് വിശ്വസിക്കണം എന്നല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മക്കത്തെ മുസ്ലിക്കടക്കം മുഅ്മിനാണ് സംഭവിക്കേണ്ടി വരും. കാരണം എന്താണ്? പോലും ലാത്ത അള്ളാഹിനെ പോലെ എല്ലാ കഴിവുള്ള, സ്വയം കഴിവുള്ള ഒരു ഇലാഹാന്ന് പോലും വിശ്വസിച്ചിട്ടില്ല. ഉസയെ പറ്റി വിശ്വസിച്ചിട്ടില്ല. ഇബ്രാഹിം നബിയെ പറ്റി വിശ്വസിച്ചിട്ടില്ല. ഇനി നമ്മുടെ നാട്ടിലെ ഹൈന്ദവ സഹോദരങ്ങൾ ചോദിച്ചു നോക്കി, അവരുടെ ആരാധ്യന്മാരെ പറ്റി അവരൊക്കെ ഈ ലോകത്തിന് സൃഷ്ടാക്കളാണ് എന്ന് ഒരിക്കൽ വിശ്വാസം ഉണ്ടോന്ന്? ഇല്ല.